They say that men should cry. I'm like, no, I don't want to cry. Cry. And then later, it's like, you're weak. Hi guys. Okay, അപ്പോൾ വെൽക്കം ബാക്ക് ടു another episode of SciShare. After a long time നമ്മളുടെ അനന്തൂനെയും കൊണ്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് മെൻസ് മെന്റൽ ഹെൽത്ത് മന്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു മെയിൽ ഫ്രണ്ടും സൈക്കോളജിസ്റ്റുമായ അനന്തു ഉണ്ട്. ആൻഡ് അവനോട് ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഓക്കെ, റിലേറ്റഡ് ടു മെൻസ് മെന്റൽ ഹെൽത്ത്. ഹി ഹാസ് നോ ക്ലൂ അബൌട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ആൻഡ് പ്ലീസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇത് എൻ്റെ ഈ ആൺ സുഹൃത്ത് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു മെന്നിന്റെ ഗ്രോത്ത് ഇങ്ങനെ കണ്ട് വരുന്ന ഒരു വേളയിൽ ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നതെല്ലാം കണ്ടതിന്റെ സന്തോഷത്തിൽ അവന്റെ മെന്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെയാണ് അവൻ നോക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കട്ടെ. അതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ? ഡിസ്ക്ലൈമർ ഒന്നുമില്ല. ഓക്കെ, തുടങ്ങട്ടെ. ഓക്കെ, സോ ഒരു മാൻ എന്ന രീതിയിലും ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിലും, ഓക്കെ, വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് മിത്ത് യു ഹിയർ അബൌട്ട് മെൻസ് മെന്റൽ ഹെൽത്ത്? Biggest myth. Okay, one of the biggest myth is that therapy ആണുങ്ങൾക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. And the thing is, therapy works for men, but oftentimes the approach in therapy for men is much more goal oriented for a general population. Now, it's not like a generic thing for everyone, but for a normal population, the approach is often goal oriented than how it is done for people of other spectrum of genders. So you're saying that's a myth? Yeah. Goal oriented അല്ലാതാകണം എന്നാണോ പറയുന്നത്? The myth is that therapy doesn't work for men. Okay. That outright statement. അത് മതി. അതിനാണ്. Okay, have you personally struggled with your own mental health? And also, why do you think ആണുങ്ങൾക്ക് ഫീലിങ്സ് അത്ര ഓപ്പൺ അപ്പ് ആകാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? Yeah, I have struggled with mental health at different points in life. ആണുങ്ങൾക്ക് what was the question? ആണുങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അവരുടെ ഫീലിങ്സ് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കാം? First thing, in my journey, I was lucky enough to have women in my life when I was growing up to actually teach me how to express emotions. But that is not often the case of a lot of men. I mean, a lot of men in general. Korea aanangal valarumbo, they often have to deal with their emotions from a very early age. And അതെങ്ങനെ ഹെൽത്തിലി ചാനൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള കാര്യം, ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ജനറേഷണൽ തിങ്. ലൈക്ക് our fathers didn't know, their fathers didn't know. So I feel like ഒരു ജെൻഡർ ബാരിയർ കുറച്ചും കൂടി ഫ്ലൂയിഡ് ആക്കുകയാണെങ്കിൽ, in the sense people talk to each other like people, men and women, rather than fighting over gender wars and all, they start communicating with one another, a lot of things can change for men. അപ്പൊ അത് അങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാത്ത ആണുങ്ങളായിരിക്കും കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ചെറുപ്പം തൊട്ട് അത് that is a must. Okay. Okay. Same age. Alla. I forgot to introduce him as a music therapist as well. Sorry, this is G major. യുക്കലേലെ ഇത് എന്ത് അതാണോ സാധനം? ഇതല്ല, ഗിറ്റാർ ആണ്. ഇത് എന്ത് പണ്ടാണ്? യുക്കലേലെ ആണ്, പക്ഷേ it's a different kind of ukulele, guys. It's not your ordinary ukulele. ഞാൻ കണ്ടിട്ടുള്ള കുഞ്ഞാ. This is called baritone ukulele. ശരി. ഓക്കെ, ഓക്കെ. ചില ചെറിയ ചെറിയ സട്ടിൽ സൈൻസ് എന്താണ് that man might be struggling mentally but they still try to hide it? Subtle signs, yeah. Very obvious signs is like addictions. Men I've seen like therapy settings also and surrounding our environment also, men are very likely to fall into addictions. It needn't be like
Substance ആവണമെന്നില്ല. substances, or it could be something as simple as laying down in the bed and watching mindless content Binge watching. for Yeah. hours and hours. And also ഒരു തരം purpose ഇല്ലായ്ക, like what am I doing, and then doing the very next thing that makes them happy for a moment, which needn't be healthy. Okay. That is a very classic example. Yeah. Do you think if there is something like ഇപ്പം സ്ത്രീകൾക്ക് PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന കുറെ മെന്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് ഉണ്ടാവാറുണ്ട്, ലൈക്ക് ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെങ്കിലും അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ ഒരു മാൻ പ്രോബ്ലം ഉണ്ട് തോന്നിയിട്ടുണ്ടോ? If you ask me, I can personally say that even there is research on this, that T levels എന്ന് പറയും, testosterone levels, and it declines after a certain age. In fact, if I speak for myself, the days that I work out, or like if I work out for 2 to 3 consecutive days, I'm able to finish the things that I plan. And if I sit down, and there was a phase during COVID also where there was no physical activity, and that was the worst time of my mental health. And I always feel like women, I guess, in terms of hormones, then having a healthy T levels is important, and which boils down to working out regularly, and don't miss leg day, they say, because leg is your biggest muscle, and if you work that out, you will get extra testosterone. Yes. Oh, is it? Okay. ഈ പറഞ്ഞ സംഭവം, അതായത് ഇപ്പം സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇപ്പൊ ഈസ്ട്രജൻ ലെവൽ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവൽ, അത് കാരണം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് എന്നൊക്കെ, അത് ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സിമിലർലി പറയുന്ന പോലെ മെൻ ആൻഡ് their hormones also matters. That should be a hashtag. Men's hormones matter. Yes, true. നമ്മൾ പണ്ട് ഇതിനൊരു വീഡിയോ എടുക്കാൻ നോക്കിയത് ഓർമ്മയുണ്ട്, ഒരു റീല് ടെസ്റ്റോസ്ട്രോണിന്റെ ഇത് വെച്ചിട്ട്. പണ്ട് 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 വീഡിയോ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല, എവിടെയാണോ എന്ത്. ഓക്കെ, ഇനി കുറച്ച് ഒരു മേ ബി ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ, അതിപ്പോൾ ക്ലയൻസിന്റെ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്തതും ആയിരിക്കാം. വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് ആർക്കും ചെയ്യാവുന്ന ചില ചെറിയ ചെറിയ സ്റ്റെപ്സ് എന്താണ്, അത് ലൈക്ക് അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന? For men, yes, some ചെറിയ ചെറിയ steps which they can practice on a daily basis or something, or you can say like one small thing, okay, അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കാൻ സഹായിക്കും എന്നുള്ളത്. see, one small thing is, of course, working out is there, like is keeping your foundation right. Like, your body should be your first priority, but sometimes if you want to work out and build your body, us now being like psychological animals, like evolving into a mental animal than a physical animal, your head also matters. Like it was not like you will have to go out and hunt for stuff, or like lift weights to live, right? You can comfortably sit back in your chair and code and live your rest of your life. And if that is the case, you should also gym your brain. Because to begin with, your body, being a psychological being in this century, your exercise should begin here. It could be as simple as if you are into math, solve little bit small problems, or if you are into some crossword puzzles. Yeah, and maybe that might not be everybody's cup of tea. If you are into cricket, go and play some shots every day. Or like if you are into whatever that challenges you, like your mind, that demands your mental resources to bring out a result, or like a challenge. That is, it could be anything, like men could do mandala if they are into that. Men could repair their bikes, like fix something, or like keep their bikes clean, or something like that they can do. I know this is stereotypical, and also no offense to men who are into feminine stuff, that is also fine. If you want to paint, something that can challenge, yeah. If you want to paint, go ahead and paint. If you want to dance, go and dance. If you want to paint your nail and do nail art, it's fine. But the point is to do whatever you can with something that give work to your brain and challenge. Yeah. Okay. And also make sure that you're excelling it every day. You shouldn't do the same thing, make some difference in the same thing that you do. Very good. Okay. Yes, so how do you think like somebody can support a man in struggle?
ആരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരുടെ കൂട്ടത്തിലുള്ള ആർക്കാണെങ്കിലും, എസ്പെഷ്യലി ആ വ്യക്തി അതിനെപ്പറ്റി തുറന്നു പറയാൻ റെഡി അല്ല എന്നുള്ള ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ, ഹൗ ഡു യു തിങ്ക് someone around him can support him? First of all, a lot of men don't know how to speak up their emotions. Like എന്താണ് തലയിൽ നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ പറയൂല. ഇറ്റ്സ് ലൈക്ക് ആടാ ശോകം ആടാ എന്ന് പറയുള്ളൂ. ശോകം ആടാ, അല്ലെങ്കിൽ പിന്നെ ലൈഫ് സുഖമല്ലടാ. They don't go into the depth of it. And despite of gender, people can support them by, of course, spending time asking the appropriate questions and probing into that, and and not passing any judgments based on the person's gender. Of course, നീ ഒരാണല്ലേ ഇങ്ങനെ ഇരുന്ന് കരയാവോ അല്ലേ? yeah, I mean, and also for men, it is like if certain stereotypes makes them want to close themselves up. So what you can do is sit with them for the most part, and of course, if they have addictions, try to distract them from it, and maybe replace it with something that gives them a sense of direction or goal. And also, our articulate, and you can help them articulate by asking the right questions, and let them give them an insight through questions and the answers they give. And that is something, despite of genders, anybody can do. I would also add something. Listen. Just listen. I mean, not to you. I mean, listening എന്ന് പറയുന്ന ഒരു സംഭവം പല ആളുകൾക്കും അത്ര യൂസ്ഡ് അല്ലാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഗിവ് അഡ്വൈസസ്. ഇപ്പൊ ഒരാളൊരു പ്രശ്നം നേരിടുന്നു എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള 16 ആളുകൾ ഉണ്ടെങ്കിൽ 16 സൊല്യൂഷൻസ് വരും, 16 അഡ്വൈസസ് വരും. മേ ബി ആ മൊമെന്റിൽ അതായിരിക്കില്ല ആ വ്യക്തിക്ക് വേണ്ടത്. All they need is somebody to listen. Just listen unconditionally, non-judgmentally. Yeah, even one thing I've noticed is that if men are having trouble, I'll explain my own situation. Like if I'm having trouble, if I'm with the guys, it's mostly distraction what we do. Yeah. ഒരു റൈഡ് പോയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മൂവിക്ക് പോയാൽ For മതി. the most part, it is distraction. Yes. Confrontation is very rare. True. And that happens only with friends who are very rare. Like, if I have 100 friends as men, I can most probably find 2 to 3 or 5 men with whom I can have that conversation. And it's not a bad thing, because distraction is in a healthy way is good. For example, some men would like just pick you up and say like, let's go play in the turf, like, play some football or something, which is equally good. Yeah. And some men will help you talk about it. That is where women can come in, I guess. Again, I don't want to classify men and women into emotional and non-emotional beings. The probability of this കൾച്ചറൽ ഡിഫറൻസ് എന്തായാലും വരും അതല്ലേ. Probability. In fact, എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പീക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഇസ് മോസ്റ്റ്ലി ടു വിമൻ. So again, I told you, right, I grew up around women, so I kind of find it rather easy to communicate that with women. Okay, something personal question. I mean, ഇതിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ പേഴ്സണൽ ഉത്തരം തരേണ്ട ക്വസ്റ്റ്യൻ ആണ്. Have you ever cried in front of someone, and what did that moment teach you? Of course I've cried. The conditioning is still there. I have lost respect crying in front of someone. If I open up, if I'm being personal about it, there were points where the other person would think that they would expect that I'm a man, and then you shouldn't cry. And some things went to a point where I had to cry, and that was later weaponized. I don't know, that might depend on the person, but oftentimes men don't get that luxury to cry, and because that privilege to cry. That is I will tell you, this is one of the biggest hypocrisy that needs to change. Yeah, quote unquote needs to change, because they say that men should cry. I'm like, no, I don't want to cry. Cry. And then later it's like, you're weak, you're a weak man. And that's like, why?
That is a lot of men can relate to this, and this shouldn't be a status quo. This can change. This has to change, uh, because men crying is നോർമലൈസ് ചെയ്യണം അല്ലേ? men crying is okay, but ഇത് ആൾക്കാരെ കൊണ്ട് സൽക്കിപ്പിക്കരുത്. ഇറ്റ്സ് ലൈക്ക് after a point, like you should cry, and then after they just open the dam, it's like gushing of water, like then it's like എല്ലാവടെയും പോയി കംപ്ലൈന്റ് ചെയ്യാ. Like for men it's like emotions are like this, pressing against a wall. When you ask them to open up, and it's a lot of water pouring out, and then അത് എങ്ങോട്ടാ മാനേജ് കടൽ വെള്ളം ഇറങ്ങി വരുന്നത് പോലെ ആയിരിക്കും. and it's like total chaos. And appo എന്താ വെച്ച് കഴിഞ്ഞാൽ people will say us, bro please slow down. Appo that is one of the thing. Appo again, so the solution is to like just like how you open the shutter, like one step at a time, teach them. Okay, last question. Okay, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആണിനോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുകയാണെന്ന് വിചാരിക്കുക. Who feels alone right now? Okay, what would you say to him? Who feels alone? Yeah, right now. Yeah, man, alone or with people feeling alone, whatever that is. Take things slow, one step at a time. The slower you go, the longer you can go, and the faster you will get there. I know that is counterintuitive, but sure, that is how it works. Whatever you're facing, like if your society, if your surrounding is demanding too much from you as a man, put your feet down and say that no, I can't do this much by this time. Like I need a break. Like take enough breaks. Like parayana nee aanalla nee pani enna edutondirikanam. No, like I'm gonna take a 3-day off, like a 4-day off, a week off, go somewhere, come back, and that is okay. Please take enough rest, enough breaks, slow down, take care of your body to begin with, and yeah, always, and also take care of your mind. And because the little things you do, the fine things, like some skills that you learn, that is definitely going to spill over to other things of your life and keep your mental health in place. Okay, thank you, Anantu. Okay. So വാച്ച് ചെയ്യുന്നവർ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇത് കേൾക്കണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ചും കൂടിയൊക്കെ അവയർനെസ് ആവശ്യമുള്ള നിങ്ങളുടെ മെയിൽ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഡു ഷെയർ ഇറ്റ് ടു ദം. ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് യു ടു കമൻറ്റ് സംതിങ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ബീയിങ് സ്ട്രോങ് ടു യു? ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ ഇനി വിത്ത് ഫുൾ പവർ വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം,